നമസ്കാരം. രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രുചിയുടെ പെരുമ കൊണ്ടും പങ്കെടുക്കുന്ന ഭക്തരുടെ ബാഹുല്യം കൊണ്ടും ലോകത്തിലെ തന്നെ ഒന്നാമത്തെ സ്ഥാനത്ത് നിലകൊള്ളുന്ന ഭക്ഷണ മാമാങ്കമാണ് ആറന്മുള ക്ഷേത്രത്തിലെ വള്ളസദ്യ. വിഭവങ്ങളുടെ രുചി വൈവിധ്യം നുണയാനും ദർശനത്തിനുമായി ജനലക്ഷങ്ങളാണ് ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കുവാനായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നൂറ്റാണ്ടുകളായുള്ള ആചാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഭാഗമാണ് ആറന്മുള വള്ളസദ്യ. തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തുന്ന പള്ളിയോടങ്ങൾക്കായി വഴിപാടെന്ന നിലയിലാണ് ഓരോ ദിനവും വള്ളസദ്യ നടത്തുന്നത്. മധ്യ തിരുവിതാംകൂറിൻ്റെ രുചിയുടെ ഉത്സവം കൂടിയാണിത്. വഴിപാട് സമർപ്പിച്ചാൽ പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. വള്ളസദ്യ വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ആറന്മുള ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ നിറവറ സമർപ്പിക്കുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾ തുടങ്ങുകയായി. ഒരു പറ ദേവനും ഒരു പറ പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം. ശ്രീകോവിൽ നിന്നും പൂജിച്ചു നൽകുന്ന മാലയും വെറ്റിലയും പാക്കുമായി സത്രക്കടവിലെത്തി പള്ളിയോടത്തിലെ ക്ഷേത്രത്തിലേക്ക് യാത്രയാക്കണം. വഞ്ചിപ്പാട്ടുകൾ പാടി ക്ഷേത്രത്തിലെത്തുന്ന ഈ പള്ളിയോടത്തെ അഷ്ടമംഗല്യം, താലപ്പൊലി, മുത്തുക്കുട വാദ്യമേളത്തോടെയാണ് സ്വീകരിക്കുക. തുടർന്ന് വള്ളക്കാർ വഞ്ചിപ്പാട്ടോടെ കൊടിമരച്ചുവട്ടിൽ പറയിട്ട സ്ഥലത്തെത്തും. തുടർന്ന് മുത്തുക്കുടയും തുഴയും ദേവന് നടക്കൽ വയ്ക്കും. ഇതിനു ശേഷമാണ് വള്ളക്കാർക്ക് ഊട്ടുപുരയിൽ വള്ളസദ്യ നൽകുന്നത്. തുഴക്കാർ വള്ളപ്പാട്ടിലൂടെ ആയിരിക്കും സദ്യയുടെ വിഭവങ്ങൾ വിളമ്പാൻ ആവശ്യപ്പെടുക. ചോദിക്കുന്ന വിഭവങ്ങളെല്ലാം ഇല്ല എന്ന് പറയാതെ വിളമ്പണം. ഇതാണ് ചടങ്ങ്. കറികൾ ഉൾപ്പെടെ 64 ഇനം വിഭവസമൃദ്ധമായ സദ്യയാണ് ആറന്മുള വള്ളസദ്യയിൽ വിളമ്പുക. വള്ളസദ്യ വിളമ്പുന്നതിനും ഉണ്ണുന്നതിനും ക്രമവും ചിട്ടവുമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ത്രിമൂർത്തികളിൽ ഒരാളും പരബ്രഹ്മനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. എന്നിരുന്നാലും ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി. ചതുർബാഹു പ്രതിഷ്ഠയാണ്. തിരുവാർന്മുള അപ്പൻ എന്ന് ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണിത്. 6 അടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ആറന്മുളയിലാണ്. പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ
ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചതായി വിശ്വസിക്കുന്നു ഈ ക്ഷേത്രം. ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ആറന്മുള ക്ഷേത്രത്തിൽ ഇന്ന് കാണപ്പെടുന്ന വിഗ്രഹം ആദ്യം പ്രതിഷ്ഠിച്ചിരുന്നത് നിലയ്ക്കൽ ആയിരുന്നു അത്രേ. അവിടെ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം 6 മുളകൾ കൂട്ടിക്കെട്ടിയ ചങ്ങാടത്തിൽ ഇവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ 6 മുളയിൽ കയറി വന്ന പാർത്ഥസാരഥിയെ ആറന്മുള അപ്പൻ എന്ന് വിളിച്ചു. അങ്ങനെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ആറന്മുള എന്ന പേരിൽ പ്രസിദ്ധി നേടി. ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ആറിനോട് ചേർന്ന് കിടന്ന പ്രദേശമായതിനാൽ അവിടം മണ്ണിട്ടുയർത്തിയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കഥയും കേൾക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുവാൻ ഉത്തമമായ സ്ഥലമാണോ എന്ന് നോക്കാൻ ആദ്യം ബലരാമനെ അയക്കുകയുണ്ടായത്രേ. ബലരാമൻ ആറന്മുളയിലെത്തുകയും ആ സ്ഥലം കണ്ട് അവിടം ഇഷ്ടപ്പെട്ട് ബലരാമൻ തിരികെ പോകാതെ അവിടെ തന്നെ നിലകൊള്ളുകയും ചെയ്തു. ഏറെ നാളായിട്ടും ബലരാമനെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനെ അവിടെ വെച്ച് കാണുകയും അതിൽ കോപിഷ്ഠനായ ശ്രീകൃഷ്ണൻ ബലരാമന് ചുറ്റും മണ്ണിട്ടുയർത്തി ഉയർന്ന സ്ഥലത്ത് കുടികൊള്ളുകയും ചെയ്തു. അങ്ങനെ ബലരാമൻ കുഴിയിലായി പോവുകയും ചെയ്തു അത്രേ. അതുകൊണ്ടാണ് ബലരാമൻ്റെ ക്ഷേത്രം താഴ്ചയിൽ ആയത് എന്നും ഒരൈതിഹ്യമുണ്ട്. എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നതും ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. അന്നദാന പ്രഭുവായ ആറന്മുളേശൻ്റെ മുൻപിൽ ഭക്തർ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാട് കൂടിയാണ് ആറന്മുള വള്ളസദ്യ. പാട്ടുപാടി ചോദിച്ചു വാങ്ങുന്നതിലെ ഒരു മുഖ്യ വിഭവമാണ് പാളത്തൈര്. ഇന്നും വള്ളസദ്യയ്ക്ക് ആവശ്യമായ പാളത്തൈര് ആചാരപരമായി കോട്ടയം ജില്ലയിലെ ചേനപ്പാടിയിൽ നിന്ന് തന്നെയാണ് എത്തിക്കുന്നത്. സദ്യ കഴിഞ്ഞ് വീണ്ടും കൊടിമരച്ചുവട്ടിൽ വന്ന് ഭഗവാനെ നമസ്കരിക്കും. അവിടെ നിറച്ചു വച്ചിരിക്കുന്ന പറ തളിച്ചതിനു ശേഷം പള്ളിയോടക്കരക്കാർ ദക്ഷിണ വാങ്ങി വഴിപാടുകാരെ അനുഗ്രഹിക്കും. പിന്നെ വള്ളപ്പാട്ട് പാടി അഷ്ടമംഗല്യ വിളക്കുമായി വീണ്ടും ക്ഷേത്രത്തിനു പ്രദക്ഷിണം വെച്ച് വടക്കേ ഗോപുരത്തിലൂടെ വള്ളക്കടവിലേക്ക് ആനയിക്കുന്നു. വഞ്ചിപ്പാട്ട് പാടി കരക്കാർ എല്ലാവരും വന്ന വള്ളത്തിൽ തന്നെ കയറി വള്ളപ്പാട്ട് പാടി തിരികെ പോകുന്നു. വള്ളക്കാരെ യാത്രയാക്കുന്നതോടുകൂടി വള്ളസദ്യയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നു. അങ്ങനെ തിരുവാറന്മുളയപ്പൻ്റെ പ്രസാദമായ വള്ളസദ്യയും കഴിച്ച് ഭഗവാന്റെ തിരുവോണത്തോണിയും ദർശിച്ച് ഒരു മനുഷ്യായുസ്സിൻ്റെ മുഴുവൻ പുണ്യവും നേടി പള്ളിയോടങ്ങളെ യാത്രയാക്കി ഞങ്ങളും മടങ്ങി.